നമസ്കാരം സാർ. നമസ്കാരം, ഇരിക്കൂ. സാർ, എന്റെ പേര് ചന്ദ്രമതി, വീട് മേലാറ്റൂരാ. എന്താ വന്നത്, പറയൂ. ഡിവോഴ്സ് വേണം സാർ, അതിനാ വന്നത്. ഇത്രയും പ്രായമായില്ലേ, ഇനി എന്തിനാ ഡിവോഴ്സ് ചെയ്യുന്നേ? ഇത്രയും കാലം ഒരുമിച്ച് ജീവിച്ച സ്ഥിതിക്ക് ഭർത്താവുമായി അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ നോക്ക്. അയ്യോ, എനിക്കല്ല, എന്റെ മകനാ ഡിവോഴ്സ് വേണ്ടത്. അല്ല, മകനും ഭാര്യയും തമ്മിൽ എന്താ പ്രശ്നം? പറയാം സാർ. അവന്റെ ഭാര്യ ആള് ശരിയല്ല, പേരും കള്ളി അവള്. എന്റെ മോന്റെ അടുത്തുനിന്ന് ഒരു പെണ്ണ് 50 ലക്ഷം രൂപ തട്ടിയെടുത്തിരുന്നു. അതെന്റെ ഭർത്താവിന്റെ കാശാ. ആ പെണ്ണ് പിന്നീട് അവന് കാശ് തിരികെ കൊടുത്തു. എന്നിട്ട് കാശ് കിട്ടിയ കാര്യം വീട്ടിൽ അറിയിക്കാതെ അവൾ അവന്റെ അടുത്തുനിന്ന് കാശ് വാങ്ങി ഒരു ഷോറൂം തുടങ്ങി. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞതോ അവളുടെ അച്ഛൻ അയച്ചു കൊടുത്ത കാശ് കൊണ്ടാ ഷോറൂം തുടങ്ങിയെന്ന്. എന്നിട്ട് അവസാനം ഞാൻ സത്യം അറിഞ്ഞു. അപ്പൊ തന്നെ ഞാൻ അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കി. എങ്ങനെയുണ്ട് ആള്? നല്ല ആള് തന്നെ. പിന്നീട് അതെല്ലാം ക്ഷമിച്ച് ഞാൻ അവളെ വീണ്ടും തിരിച്ചു വീട്ടിൽ കയറ്റിയതാ. കുറച്ചു കഴിഞ്ഞ് അടുത്ത സ്ഫോടനം. അവള് വലിയ പണക്കാരിയാണ്, അവളുടെ അച്ഛൻ മലേഷ്യയിൽ കോടീശ്വരനായ ബിസിനസ്സുകാരനാണെന്നൊക്കെയാ അവള് പറഞ്ഞിരുന്നത്. അതുകൊണ്ടാ ഞാൻ എന്റെ മോനെ കൊണ്ട് അവളെ കെട്ടിച്ചത്. പിന്നീട് മനസ്സിലായി അവള് കള്ളം പറഞ്ഞതാണെന്ന്. അവള് കോടീശ്വരിയൊന്നും അല്ല, വെറും ദരിദ്രവാസി. ഇവിടുത്തെ ഏതോ ഒരു ഇറച്ചി വെട്ടുകാരനെ മലേഷ്യയിലെ ഇളയച്ചനാണെന്ന് പറഞ്ഞ് വേഷം കെട്ടിച്ച് അവളെ നാടകം കളിച്ചിരുന്നു. ഒടുക്കം എന്റെ മറ്റൊരു മകൻ അവന്റെ ഭാര്യയും കൂട്ടി അവനെ കൈയോടെ പിടിച്ച് നാടകം പൊളിച്ചു. അതോടെ അവളെ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ഓ, രണ്ടാമതും പുറത്താക്കി? അതെ. മുമ്പത്തെ പോലെ ക്ഷമിച്ച് ഞാൻ ഇനി അവളെ വീട്ടിൽ കയറ്റില്ല സാർ. എന്റെ മോൻ ഇനി അവളെ വേണ്ട. മോനെ കൊണ്ട് ഒറിജിനൽ പണക്കാരിയായ നല്ല കുടുംബത്തിൽ പിറന്ന നല്ല താഴ്മയുള്ളൊരു പെണ്ണിനെ കൊണ്ട് കെട്ടിക്കാനാ എന്റെ അടുത്ത പ്ലാൻ. അതിനു മുന്നേ ആ പെരുങ്കള്ളി ഡിവോഴ്സ് ചെയ്യണല്ലോ, അതിനാ ഞാൻ സാറിനെ കാണാൻ വന്നത്. അല്ല, നിങ്ങളുടെ മകൻ അവന്റെ ഭാര്യ ഡിവോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അവിടെയല്ലേ സാറേ പ്രശ്നം. അവൻ അങ്ങനെ ഒരു ഉറച്ച നിലപാടില്ല. ഞാൻ അവനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അവനതനുസരിക്കുമെന്ന എന്റെ വിശ്വാസം. എന്തായാലും ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല സർ. അവള് വേറെയും എന്തൊക്കെയാ മറച്ചു വെച്ചിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അവള് നല്ലവളെയല്ല. അവള് കൂടെ നിൽക്കുന്നത് എന്റെ മകന്റെ ജീവന് പോലും ആപത്താ. നിങ്ങളുടെ മകനാണ് ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത്, അല്ലാതെ അമ്മയായ നിങ്ങളല്ല. നിങ്ങൾക്കും കുടുംബക്കാർക്കും ഒക്കെ അഭിപ്രായം പറയാം, പക്ഷേ മോന്റെ പൂർണ്ണ സമ്മതമില്ലാതെ നോട്ടീസ് അയക്കാൻ കഴിയില്ല. അപ്പോ അവന്റെ അമ്മയായി എനിക്ക് ഒരു വിലയില്ലേ? വിലയുണ്ട്, പക്ഷേ ഇക്കാര്യത്തിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതുമാത്രമല്ല, എടുത്തുചാടി ഡിവോഴ്സിലേക്ക് പോണോ? വിവാഹബന്ധം എന്ന് പറയുന്നത് ഒരു ഗൗരവമുള്ള വിഷയമാണ്. നിങ്ങളുടെ മകന്റെ ഭാര്യയുമായി സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത്. അതെ, ഞാൻ വന്നതേ അവരെ ഡിവോഴ്സ് ചെയ്യിപ്പിക്കാനാ. സാറിപ്പോ അവരെ കൂട്ടി യോജിപ്പിക്കാൻ നോക്കാണല്ലോ. ഇനി സംസാരം ഒന്നും ഇല്ല സാറേ, അവളെ ഡിവോഴ്സ് ചെയ്തേ പറ്റൂ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ആദ്യം മകനെ കൊണ്ട് സമ്മതിപ്പിക്കുക, എന്നിട്ട് അദ്ദേഹത്തെ കൂട്ടിയിട്ട് വാ. ശ്രമിക്കാം സാർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ അവനെ അനുസരിക്കുമെന്നാ എന്റെ വിശ്വാസം. ഫീസ് ഇപ്പൊ വേണോ അതോ ഡിവോഴ്സ് നോട്ടീസ് അയച്ചിട്ട് മതിയോ? അയച്ചിട്ട് മതി. താങ്ക് യു സർ. കാണിക്കുന്നു സച്ചേട്ടാ. എന്റെ ഭാര്യ ഞാൻ കെട്ടിപ്പിടിക്കുന്നത് അതിനെന്താ? ഇവിടെ നമ്മൾ മാത്രാണോ? ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതെ, ഭാര്യയും ഭർത്താവും നല്ല റൊമാൻസിലാണെന്ന് കരുതും, അത്ര. സച്ചേട്ടാ വേണ്ട, കൂട്ടുകുടുംബാണെന്ന് അറിഞ്ഞൂടെ? അത് ഓർമ്മ വേണം. കൂട്ടുകുടുംബം കുറച്ചുകൂടെ വലുതാക്കണ്ടേ രേവതി? ആളുകളുടെ എണ്ണം കൂട്ടണം, അതിന് ഇതിനൊക്കെ വേണ്ടേ? സച്ചേട്ടാ, ആരെങ്കിലും കാണും, ആരെങ്കിലും കേൾക്കും, ആരെങ്കിലും കാണും. എന്തിനാ നീ ഇങ്ങനെ ഭയക്കുന്നത്? സച്ചേട്ടന് ചായ വേണോ? എനിക്കൊന്നും വേണ്ട. എങ്കിൽ പോ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. ഓ, വിഷയം മാറ്റി, നീ പോയേ.
ആ പിന്നെ ഇന്ന് ടൗണിൽ വെച്ച് ദേവിനെ കണ്ടിരുന്നു. ആ ഞാനിന്ന് വീട്ടിൽ പോയിരുന്നു. സച്ചേട്ടനെ കണ്ട കാര്യം അവൾ എന്നോട് പറഞ്ഞിരുന്നു. നീ വീട്ടിൽ പോയിരുന്നോ? എന്നോട് പറയാറുന്നില്ലേ? ഞാൻ കൂടി പറയാറുന്നല്ലോ. ഞാൻ പെട്ടെന്ന് പോയതാ. ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്ത് കാര്യം? അതൊക്കെ കിടക്കാൻ നേരത്തെ ഞാൻ പറയാം. എനിക്ക് കുറച്ച് ജോലിയുണ്ട്. അങ്ങനെ പോകാൻ വരട്ടെ. പറയാനുള്ള പറഞ്ഞിട്ട് പോയാൽ മതി. നമ്മുടെ ദേവുല്ലേ, അവള് നമ്മൾ വിചാരിച്ച പോലെ അല്ല. അന്ന് അങ്ങനെ പറഞ്ഞ അവൾക്കൊരു പ്രണയമുണ്ട്. അവളൊരാളെ സ്നേഹിക്കുന്നുണ്ട്. പ്രണയിക്കുന്നോ? നമ്മുടെ ദേവോ? സച്ചേട്ടൻ ഞെട്ടിയില്ലേ? ഇതേപോലെ ഇതറിഞ്ഞപ്പോ ഞാനും ഞെട്ടിയിരുന്നു. പ്രണയം മണ്ണാങ്കട്ട. ഏതവനാ അവളെ വലയോ വീഴ്ത്തിയ? അടിച്ചു അവന്റെ കൈകാൽ കുടിക്കും ഞാൻ. ഏതാവൻ പറ. ഇതൊക്കെ മുളയിലെ നുള്ളിക്കളയണം, അല്ലെങ്കിൽ പ്രശ്നം രേവതി. ദേവു അങ്ങനെ ഒരു കുട്ടിയല്ലോ. അവനവളെ പറഞ്ഞു മയക്കി വീഴ്ത്തിയതായിരിക്കും. ഒരുത്തനും വിശ്വസിക്കരുത്. പറ, അവൻ ഏതെന്ന് പറ. സച്ചേട്ടാ, കല്യാണത്തിന് മുമ്പ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പ്രണയ ജോഡികളെ കാറിൽ കയറ്റില്ല, ഇനി അഥവാ കേറിയെങ്കിൽ തന്നെ പാതി വഴിയിൽ ഇറക്കി വിടും എന്നൊക്കെ. കല്യാണത്തിന് ശേഷം ഈ പ്രണയ വിരോധം മാറിയെന്നാ ഞാൻ കരുതിയത്. എനിക്കിഷ്ടല്ല അതൊന്നും. നാളെ ഇത്രയും കാലം പോറ്റി വളർത്തിയെ മറന്ന് അവരെയും കരയിപ്പിച്ച് ഇന്നലെ കണ്ട ഒരുത്തിന്റെ കൂടെ അവൾ ഒളിച്ചോടി പോവും. നിന്റെ അമ്മയുടെ സങ്കടം കാണാൻ എനിക്ക് വയ്യ. ഇതിനൊരു അവസാനം വേണം. എന്റെ സച്ചേട്ടാ, പ്രണയിക്കുന്നത് ഒരു കുറ്റാണോ? നിനക്കല്ലായിരിക്കും. പ്രണയിച്ചു പറഞ്ഞ് ശ്രീകാന്തിനെ വർഷം പിടിച്ച് കെട്ടിച്ചോളല്ലേ നീ? സച്ചേട്ടാ, ആ കല്യാണം നടത്തി കൊടുത്തത് ഞാനല്ലാന്ന് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ചുമ്മാ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. അശോകൻ അങ്കിളുടെ മകളുടെയും ഫെബിന്റെയും കല്യാണം നടത്തി കൊടുത്തത് ആരാ? ഒളിച്ചോടി പോയ അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി വീട്ടിൽ തിരികെ എത്തിച്ച് വീട്ടുകാരുടെ സമ്മതത്തോടെ നിങ്ങൾ കല്യാണം നടത്തി. അതിന് കാരണക്കാരൻ സച്ചേട്ടൻ തന്നെയല്ലേ? അന്ന് ചെറുക്കന്റെ പെണ്ണിന്റെ വീട്ടുകാരോടൊക്കെ എന്തൊക്കെയാ പറഞ്ഞത്? അതൊക്കെ ഇപ്പൊ മറന്നോ? അത് അശോകനങ്ങൾ വീട്ടിൽ വന്ന് കരഞ്ഞു പറഞ്ഞപ്പോ. കരഞ്ഞതൊക്കെ അവിടെ നിൽക്കട്ടെ. പ്രണയിച്ച് പരസ്പരം മനസ്സിലാക്കി വിവാഹം കഴിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെയൊക്കെയല്ലേ സച്ചേട്ടൻ അന്ന് പറഞ്ഞേ? ആ, പറഞ്ഞിരുന്നു. പ്രണയിക്കുന്നത് കുറ്റമല്ല, തെറ്റല്ല എന്നൊക്കെ സച്ചേട്ടൻ തന്നെയല്ലേ പറഞ്ഞേ? അതും പറഞ്ഞിരുന്നു. ആ, പിന്നെ ഇപ്പൊ എന്താ ഇങ്ങനെ? മാളൂന് ചതി പറ്റില്ല എന്ന് എനിക്കറിയാം. ഫെബിനെ നന്നായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാ അവൾ അവന്റെ കൂടെ ഇറങ്ങിപ്പോയത്. ദേവു അങ്ങനെയാണോ? അവള് ചതിക്കപ്പെട്ടേക്കാം. അവളുടെ പ്രണയം ചിലപ്പോൾ സത്യസന്ധമാവാം, പക്ഷെ അവൻ്റേത് അങ്ങനെ ആയിരിക്കണമെന്നില്ലല്ലോ. അവള് കുഴിയിൽ വീഴരുത്. ഞാൻ ദേവിന്റെ ഏട്ടനല്ലേ. അവളെ നല്ലൊരു കയ്യിൽ ഏൽപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? സച്ചേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത് ദേവുവിനോടുള്ള സ്നേഹം കൊണ്ടാന്ന് എനിക്കറിയാം. ദേവു അങ്ങനെ കുഴിയിൽ വീഴുന്ന ഒരാളൊന്നും അല്ല. അവൾക്ക് നല്ല ബുദ്ധിയുണ്ട്. അങ്ങനെ മറ്റുള്ളവർക്ക് വലവീശി പിടിക്കാൻ പറ്റിയ പെൺകുട്ടിയൊന്നും അല്ല ദേവു. ദേവു വളരെ ആലോചിച്ചെടുത്ത തീരുമാനം ഇത്. അവള് കണ്ടെത്തിയ ചെറുക്കൻ നല്ലവനാ. അവനും അവന്റെ അമ്മയും മാത്രമേ ഉള്ളൂ വീട്ടില്. അമ്മയ്ക്കും ദേവുവിനെ അത്രയ്ക്ക് ഇഷ്ട. പെട്ടെന്ന് കല്യാണം നടത്തണമെന്നൊക്കെ അവര് പറയുന്നത്. ദേവു ആണെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യാനും പറഞ്ഞിരിക്കുക. ഓഹോ, അപ്പൊ കുറെ കാലമായി ഇത് തുടങ്ങിയിട്ട്. ഇനി ഞാൻ പറഞ്ഞൊരു കാര്യമില്ല. സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷെ ശ്രദ്ധിക്കണം. അവസാനം കരയേണ്ടി വരരുത്. ദേവുന് അവനെ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ എതിരൊന്നും പറയുന്നില്ല. എന്നാലും കല്യാണത്തിന് മുന്നേ ഒന്ന് അന്വേഷിക്കണം. അവനെക്കുറിച്ച് അറിയണം. ഒന്നും അറിയാതെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. നീയും അവൻ എവിടെയുള്ളവനാന്ന് പറ. ഞാൻ മഹേഷിനെ കൂടി ചെന്ന് അന്വേഷിക്കാം. സച്ചേട്ടാ, അവൻ ആരാണ്, എവിടെയാണ്, എന്താ അവന്റെ പേര്, എന്താ ജോലി, ഇതൊന്നും അവൾ എന്നോട് പറഞ്ഞിട്ടില്ല. കല്യാണ നിശ്ചയത്തോട് അടുക്കുമ്പോ പറയാന്നാ പറഞ്ഞത്. ദേ, ധൃതി വെക്കണ്ട. അപ്പോ നമുക്ക് ചെന്ന് അന്വേഷിക്കാന്ന് ഞാൻ നിർത്ത്. ഇനിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. എന്തായാലും ദേവിന്റെ കല്യാണം ഭംഗിയായിട്ട് നടത്തണം. കല്യാണം നടത്തുന്നത് ഞാനായിരിക്കും. അവളുടെ ഏട്ടന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടല്ല, അവളുടെ അച്ഛന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാനത് നടത്തിയിരിക്കും. സച്ചേട്ടാ, നീ എന്തിനാ കരയുന്നേ?
അച്ഛൻ മരിച്ചപ്പോ ഞങ്ങൾ അനാഥരെ പോലെയായിരുന്നു. എന്നാ ഇപ്പൊ അങ്ങനെയല്ല. ഞങ്ങളുടെ സച്ചേട്ടനുണ്ടല്ലോ ഞങ്ങൾക്ക്. വല്ലാത്തൊരു ധൈര്യം തന്നെയാ സച്ചേട്ടൻ ഞങ്ങൾക്ക്. കരയല്ലേ? ഞാനുണ്ട്. അയ്യോ, ശ്രുതി പറഞ്ഞാ ചെയ്യുന്നവളാ. അവളാകെ തകർന്നിരിക്കുക. ചന്ദ്രയുടെ നിർബന്ധം കാരണം ശ്രുതി ഡിവേഴ്സ് ചെയ്താ അവള് പിന്നെ ജീവിച്ചിരിക്കില്ല. പറഞ്ഞതുപോലെ അവൾ ഈ വീട്ടിനകത്ത് കെട്ടിത്തൂങ്ങും. ചന്ദ്രയുടെ പ്ലാൻ ശ്രുതിയോട് പറയാം. അവള് തന്ത്രപരമായിട്ട് ഇടപെട്ട് ഡിവേഴ്സിൽ എത്താതെ നോക്കിക്കോളും. ശോ, എനിക്ക് ചന്ദ്രയെ ഒറ്റിക്കൊടുക്കാനും വയ്യ. അവളറിഞ്ഞ എന്നെ കൊല്ലും. ശ്രുതി എങ്ങാനും ഇവിടെ വന്ന് കെട്ടിത്തൂങ്ങി മരിച്ചാ എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല. ഈ വീട് വിൽക്കാനും പറ്റില്ല. തൽക്കാലം ചന്ദ്രയെ മറക്കാം. ശ്രുതിയോട് ചന്ദ്രയുടെ പ്ലാൻ പറയാം. ഭാമാൻ്റെയോ? എന്തിനാണോ ഈ സമയത്ത്? ഹലോ ആൻറ്റി. ശ്രുതി, നീ ഉറങ്ങിയായിരുന്നോ? ഇല്ല ആൻറ്റി. അല്ല, എന്താ ആൻറ്റി വിളിച്ചപ്പോ? ചന്ദ്രയ്ക്ക് ശ്രുതിയെ കൊണ്ട് നിന്നെ ഡിവേഴ്സ് ചെയ്യിക്കാനാ പ്ലാൻ. അവള് ഏതോ വക്കീലിനെ കാണാൻ വേണ്ടി പോയിരുന്നു. ഡിവോഴ്സ് ചെയ്യാനോ? അതിനും അവര് മാത്രം തീരുമാനിച്ച പോരല്ലോ, സുധി കൂടെ തീരുമാനിക്കണ്ടേ? സുധി ഒരിക്കലും എന്നെ ഡിവോഴ്സ് ചെയ്യില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല മോളെ. അവന്റെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ. അവന്റെ അമ്മ പറഞ്ഞ അവൻ അനുസരിക്കും. സുധി ആന്റിയുടെ കൂടെ അഡ്വക്കേറ്റിനെ കാണാൻ പോയിരുന്നോ? അതൊന്നും എനിക്കറിയില്ല. അവള് കൂടെ വരണോന്ന് പറഞ്ഞ അവൻ ഉറപ്പായും പോവും. നിനക്കറിഞ്ഞൂടെ, അവൻ അവന്റെ അമ്മയായല്ല. അവള് കഴിഞ്ഞിട്ടേ അവന് വേറെ എന്തോ ഉള്ളൂ. നീ എങ്ങനെങ്കിലും അവനെ ഒന്ന് പിന്തിരിപ്പിക്കാൻ നോക്ക്. പിന്തിരിഞ്ഞില്ലെങ്കിൽ നീ കടുങ്കയൊന്നും കാണിച്ചേക്കരുത്. ശരി. ഫോണ് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ടിരിക്കുക. നാളെ ഷോറൂമിൽ ചെന്ന് സുധിയെ കാണാം. സുധി എങ്ങനെ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ സുധി, സുധി. ശ്രുതി, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? നിന്നോട് ഷോപ്പിലേക്ക് വരരുതെന്ന് അമ്മ പറഞ്ഞല്ലേ? നീ പോയെ. സുധിയുടെ പൂർണ്ണ സമ്മതത്തോടെയാണോ ഈ നീക്കം? എന്ത് നീക്കം? അതെ, അഭിനയൊക്കെ നിർത്ത്. ഒന്നും ഞാൻ അറിയില്ലെന്ന് കരുതിയോ? ശ്രുതി, നീ എന്തൊക്കെയാ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഏതായാലും എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. നീ പോയെ. സുധി, സുധിയുടെ അമ്മ പറഞ്ഞ സുധി എന്തും കേൾക്കും അല്ലേ? സുധിനെ ഡിവോഴ്സ് ചെയ്യും അല്ലേ? ഡിവോഴ്സ് ചെയ്യാനോ? വേണ്ട സുധി. സുധി ഇത്ര വരെ പോകുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല.
സുധിക്ക് വേണ്ടി മാത്രം ജീവിച്ചോളാ ഞാൻ. സുധിക്ക് മനസാക്ഷിയില്ലേ? ഇത്തിരി പോലും സ്നേഹമില്ല എന്നോട്. എങ്ങനെ തോന്നി സുധിക്ക്? എന്റെ ശ്രുതി, നീ എന്തൊക്കെയായി പറയുന്നേ? ഞാൻ നിന്നെ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? പറഞ്ഞത് ആരെങ്കിലും ആവട്ടെ, എന്തിനാ സുധി അറിയുന്നേ? ശ്രുതി, എനിക്ക് നിന്നോട് ദേഷ്യമൊക്കെ ഉണ്ട്. പക്ഷെ എന്ന് കരുതി ഞാൻ അങ്ങനെ ഒരു തീരുമാനമൊന്നും എടുത്തിട്ടില്ല. പിന്നെ നാളെ ഇനി എങ്ങനെയാവുന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ എന്തായാലും എന്റെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ല. പിന്നെ എന്തിനാ അമ്മേ മോനും അഡ്വക്കേറ്റിനെ കണ്ടേ? അഡ്വക്കേറ്റിനെയോ? ശ്രുതി, ഞങ്ങൾ ആരെയും പോയി കണ്ടിട്ടില്ല. നിന്നോട് ആരോ കള്ളം പറഞ്ഞതാ. വീട്ടിൽ നടന്ന സംഭവങ്ങളെല്ലാം അറിയുന്ന ആരോ ആണ് ഇതിന്റെ എല്ലാം പിന്നില്. എന്നേക്കുമായിട്ട് നമ്മളെ പിരിക്കാൻ വേണ്ടി ആരോ കളിക്കുകയാണ്. സച്ചിൻ രേവതിയാണോ നിന്നോട് പറഞ്ഞത്? അല്ല. സുധിയും സുധിയുടെ അമ്മ എന്ത് നീക്കം നടത്തിയാലും അത് ഞാൻ അറിയും. സുധി അഡ്വക്കേറ്റിനെ കണ്ടില്ല എന്നുള്ളത് സത്യമാണോ? അയ്യോ അതെ. എങ്കിലേ സുധിയുടെ അമ്മ കണ്ടു കാണും. സുധിക്ക് വേണ്ടി എന്നെ ഡിവോഴ്സ് ചെയ്ത് പണക്കാരിയായ ഒരു പെണ്ണിനെ സുധിയെ കൊണ്ട് കെട്ടിക്കാന്നാ സുധിയുടെ അമ്മ കരുതുന്നേ. അമ്മ പറഞ്ഞ എന്തും കേൾക്കുന്ന മോനാണല്ലോ. അതിനും സമ്മതിക്കുന്ന അമ്മയുടെ വിശ്വാസം. അല്ല, സുധി സമ്മതിക്കോ? സുധിയുടെ അമ്മ പറയുന്നത് കേട്ട് എന്നെ ഉപേക്ഷിച്ച് വേറൊരു പെണ്ണിന്റെ കഴുത്തി താലി കെട്ടുവോന്ന്? അങ്ങനെങ്ങാനും ഒരു തീരുമാനം എടുത്താ ഈ ഭൂമുഖത്ത് നമ്മൾ രണ്ടുപേരും കാണില്ല. സുധി മറ്റൊരു പെണ്ണിന്റേതാവുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. സുധി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ സുധി ഞാൻ അവസാനിപ്പിക്കും. എന്നിട്ടേ സുധി പോകുമ്പോ ഞാനും സുധിയുടെ കൂടെ വരും. ചേട്ടാ, എൻ്റെ സാലറി അത് ഉടനെ കിട്ടും. സാറിനോട് സുധി. ശരി. അതെ, ഞാൻ വീട് വരെ പോവാ. ഷോപ്പ് നോക്കിക്കോണം. എന്തു കാലിന്? ഓ, ചെറുതായിട്ടൊരു വേദന. ഞാൻ തടവണോ? അമ്മേ, ഒന്ന് മുറിയിലേക്ക് വന്നേ. ഒരു കാര്യം ചോദിക്കാനുണ്ട്. അതെന്താടാ എല്ലാവരുടെ മുന്നിൽ വെച്ച് ചോദിച്ചാല്? എല്ലാവർക്കും മുന്നിൽ വെച്ച് പറയാൻ പറ്റാത്ത കാര്യമാണെങ്കിലോ? അങ്ങനെ എന്ത് കാര്യമുള്ളേ? ഞാൻ പലവട്ടം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു കൂട്ടുകുടുംബമാവുമ്പോൾ രഹസ്യങ്ങളൊന്നും പാടില്ലാന്ന്. എല്ലാ കാര്യങ്ങളും വീട്ടിലുള്ളവരായിട്ട് പങ്കുവെക്കണം. അതാ വേണ്ടേ? അവർ രണ്ടുപേരും അങ്ങനെ ആണല്ലോ. എല്ലാം രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്ത് രഹസ്യമായിട്ടങ്ങ് ചെയ്യും. അവസാനം രഹസ്യം കണ്ടുപിടിക്കുമ്പോൾ മൂക്ക് ചീറ്റിലായി, കരച്ചിലായി, പിഴിച്ചിലായി, എന്നിട്ട് അച്ഛൻ്റെ കാല് വന്ന് പിടിക്കും. ഡാ, നിങ്ങളൊക്കെ നല്ലവരാണല്ലോ. ഓ, നിങ്ങളൊന്നും രഹസ്യം ചെയ്യാത്ത ആൾക്കാര്. ആ ഇല്ല, ദേ, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കല്ലേ. ഡാ, നിനക്ക് എന്താ എന്നോട് ചോദിക്കാനുള്ള? ചോദിക്ക. അത് അമ്മ അഡ്വക്കേറ്റിനെ കാണാൻ പോയിരുന്നോ? എന്താ ഒന്നും മിണ്ടാത്തെ? അമ്മയുടെ ഭാവം കണ്ടിട്ട് മനസ്സിലായില്ലടാ. അമ്മ കണ്ടിരുന്നു. അപ്പോ ശ്രുതി എന്നോട് പറഞ്ഞ സത്യമായിരുന്നല്ലേ? ശ്രുതി പറഞ്ഞുന്നോ? ആ കള്ളി നിന്നെ വിളിച്ചിരുന്നോ? അവളിന്ന് ഷോറൂമിൽ വന്നിട്ടുണ്ടായിരുന്നു. നീ എന്തിനാടാ അവളെ ഷോറൂമിൽ കയറ്റിയത്? അവളെ ഷോറൂമിൽ കാല് കുത്താൻ അനുവദിക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലേ? ഞാനും അറിയാതെ അവള് നീയും കാണുന്നുണ്ടല്ലേ? എന്റെ അമ്മ, ഞാൻ ആരെയും കാണാറൊന്നുമില്ല. ഞാൻ വിളിച്ചിട്ടല്ല അവള് ഷോറൂമിലേക്ക് വന്നത്. അമ്മ വക്കീലിനെ കണ്ട കാര്യം അവളോട് ആരോ പറഞ്ഞിരിക്കുന്നു. അത് ചോദിക്കാൻ അവള് വന്നത്. എന്നാലും അവളോട് ആരാ പറഞ്ഞ? അതൊന്നും എനിക്ക് അറിയില്ല അമ്മേ. ചന്ദ്രൻ, നീ എന്തിനാ അഡ്വക്കേറ്റിനെ കണ്ടേ? എന്തിനാ കണ്ടെന്ന് ഊഹിക്കാമല്ലോ. ഡിവോഴ്സ് തന്നെയാ വിഷയം.
അച്ഛാ സന്തോഷിക്കാൻ വരട്ടെ. അച്ഛനെ അമ്മ ഡിവോഴ്സ് ചെയ്യാനൊന്നും പോകുന്നില്ല. അച്ഛനെ നോട്ടീസ് അയക്കാൻ വേണ്ടിയല്ല അമ്മ അഡ്വക്കേറ്റിനെ കണ്ടേ. ദേ ഈ നിൽക്കുന്ന ഇവന് വേണ്ടിയിട്ടാ. എനിക്കത് മനസ്സിലായടാ. ചന്ദ്രേ, ഒരു കാര്യം, എന്താ നിന്റെ മനസ്സിൽ? ഇതെന്താ കുട്ടിക്കളിയാണെന്ന വിചാരം? ശ്രുതിയെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി മാത്രം എന്താ ഇവിടെ ഉണ്ടായേ? ഇവിടെ നടന്നോക്കെ നിങ്ങൾക്കും ഇവർക്കും ചെറിയ കാര്യമായിരിക്കും, പക്ഷെ എനിക്കും എന്റെ മോനും വലിയ കാര്യമാ. അവളെ എന്റെ മോന് വേണ്ട, അല്ലേടാ? ഈ ഏലസ് അതായത് ദാ ഇവിടെ കെട്ടിക്കൊടുക്കണം. ആ നിമിഷം മുതൽ അവൻ അവന്റെ ഭാര്യയെ വെറുക്കാൻ തുടങ്ങും. കൺഗ്രാചുലേഷൻ. വർഷ താനൊരു അമ്മയാവാൻ പോവാ. താൻ പ്രഗ്നന്റ്.